മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ. ഭക്തരെ, നിങ്ങളുടെ വിഷമങ്ങളും ദേഷ്യവും ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റിവെച്ചാൽ പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും. മനസ്സിനെ ശാന്തമാക്കുക. പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും. യാചിക്കുന്നവൻ്റെ മുന്നിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ യാചിക്കുകയും അരുത്. നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ക്ഷമയോടെ ഇരിക്കുക. ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്ക് എത്തിച്ചേരും. തനിച്ചാക്കി പോകില്ല എന്ന ആത്മവിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കരുത്. മനുഷ്യരാണ്. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ സ്വഭാവം മാറിയെന്നും വരാം. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ഭക്തരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. പുതിയ തുടക്കത്തിന് സാഹചര്യങ്ങൾ നല്ലതാകുന്നതുവരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. ഓരോ വിഷമങ്ങളും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നു. ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും. ഭക്തരെ, നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാ മനുഷ്യരും അവരെപ്പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തകളാണ് വേണ്ടത്. നിങ്ങളുടെ ചിന്തയും ഭാവനയുമാണ് നിങ്ങളുടെ വഴികാട്ടികൾ. പരാജയത്തിൻ്റെ വേദന എപ്പോഴും താൽക്കാലികമായിരിക്കും. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുന്നത് ജീവിതമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം നൽകും. ഭക്തരെ, സന്തോഷമായിട്ടിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്തു നിർത്തുക. വീഴ്ചകൾ ഉണ്ടായവരെ വിധിക്കരുത്. അവരെ എഴുന്നേൽക്കാൻ സഹായിക്കുക. കാരണം നാളെ നിങ്ങൾക്കും വീഴ്ചകൾ സംഭവിക്കാം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.